പ്രിയ സഹോദരന്മാരെ, എല്ലാവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം കരുണ ചെയ്തതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഒരു അന്ത്യ കാലഘട്ടത്തിൽ വളരെ കുറച്ചു പേരായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പല മുഖാന്തരങ്ങളിലൂടെ. നമ്മൾ ഇന്ന് പ്രിയ സാഗ്രനോടൊപ്പം ഒരു കൂട്ടായ്മയിലായിരിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവകാശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ മൂല്യം ഗ്രഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മളിലൂടെയും ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നുള്ള കാര്യമാണ് സത്യം. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ ആയിരിക്കാനാണ്. പാപത്തിന്റെ അന്ധകാരം കൊണ്ട് നിറഞ്ഞ ലോകത്ത് ദൈവിക ജീവന്റെ വെളിച്ചം ഉയർത്തിപ്പിടിച്ച് ആ അന്ധകാരത്തിന്റെ കട്ടി കുറയ്ക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വചനഭാഗം വായിക്കാം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങള്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ അപ്പോസ്തലൻ കൊരിന്തിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രബോധനമാണ്. നമ്മളോടെല്ലാം ഉള്ള ബന്ധത്തിൽ അത് യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പോസ്തലന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന എരിവ് അത് ദൈവികമായ ഒരു എരിവ് തന്നെയാണ്. പിതാവ് പുത്രനോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടി എത്ര എരിവോടായിരിക്കുന്നോ അതേ എരിവോടെയാണ് അപ്പോസ്തലനും ഈ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്. തുടർന്ന് താൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പം ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വചനമാണെങ്കിലും ഇന്ന് അത് കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നിർമ്മല കന്യകയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാനായിട്ട് കഴിയത്തുള്ളൂ. വെളിപ്പാട് 19 നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്: കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഈ നിർമ്മല കന്യ ആയിരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ദർശനത്തിന്റെ ആവശ്യമുണ്ട്. നമ്മളെ ലോകത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്കറിയാം. നമ്മളെക്കുറിച്ച് എഫെസ്യ ലേഖനത്തിലൊക്കെ പറയുന്നത് 2-ാം അധ്യായത്തിൽ മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായി ഇതുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാത്താന്റെ കന്യയായിരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പാപത്തിന്റെ അധീനതയിൽ, അശുദ്ധിയിൽ, മ്ലേച്ഛതയിൽ, മത്സരത്തിൽ, ശാഠ്യത്തിൽ അങ്ങനെ നമ്മുടെ ജീവിതകാലം പോക്കിയിരുന്നു. പക്ഷെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി, നമ്മളെ വിളിച്ചു, നമ്മളെ വേർതിരിച്ചു. അപ്പം ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരാഗ്രഹമുണ്ട്. നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം 1 കൊരിന്ത്യർ 6:11 അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്ന 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 6:9 മുതൽ: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ,
പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നാം പാപത്തിൽ ജീവിച്ചിരുന്നവരാണെങ്കിലും ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്തൊരു കാര്യം, നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ഒരു നിർമ്മല കന്യകയാക്കി തീർക്കുക ചെയ്ത്. നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കെല്ലാം അത് പറയാനായിട്ട് പറ്റും. നാം പാപത്തിൽ മുഴുകി സാത്താന്റെ സന്തതിയായി നിത്യനാശത്തിലേക്കുള്ള യാത്രയിലായിരുന്നിടത്തു നിന്നാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിലേക്ക് തിരിയുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടന്നത്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തില് നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 3-ന്റെ 19-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അപ്പൊ നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നത് നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് ദുഃഖിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സാത്താന്റെ പിന്നാലെയുള്ള യാത്ര നമ്മൾ നിർത്തി നേരെ തിരിഞ്ഞ് കർത്താവിന്റെ പിന്നാലെയുള്ള ഒരു നടപ്പ് ആരംഭിക്കുന്നിടത്താണ് നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കഴുകി നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്ന വഴിയാണ് നമ്മളൊരു ആത്മീയാർത്ഥത്തിൽ ഒരു കന്യകയായിത്തീരുന്നു. അവിടെ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിങ്ങളെ ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ ആ വിവാഹ നിശ്ചയം ചെയ്ത നാളിൽ നമുക്കുണ്ടായ ഒരു പ്രത്യേകതയെക്കുറിച്ച് യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യത്തിലാണ്, നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇവിടെ ഭക്തി എന്ന് പറയുമ്പം ഇസ്രായേലിനെ കണ്ടുമുട്ടിയതിനോടുള്ള ബന്ധത്തിലായിരുന്നു പറഞ്ഞിരിക്കുന്നെങ്കിലും നമുക്കും അത് ചേരുന്ന ഒരു പ്രസ്താവനയാണ്. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി. ഇപ്പം ഭക്തിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം സാദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തില് ഭക്തി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തതയില്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നെ അതിന്റെ വ്യക്തത പ്രാപിക്കേണ്ടിയ സാദൃശ്യവാക്യം 8-ന്റെ 13-ല് ഒരു ഭക്തന്റെ ലക്ഷണം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. സാദൃശ്യവാക്യം 8:13 യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. അപ്പം കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ കർത്താവ് പറയുകയാണ്, നിന്റെ ഭക്തി ഞാൻ ഓർക്കുന്നു. നമുക്കറിയാം, നാം എല്ലാം കർത്താവിനെ കണ്ടുമുട്ടും വീണ്ടും ജനിക്കുമ്പം നാം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, കർത്താവെ, ഇനി എനിക്ക് പാപം വേണ്ട, എനിക്ക് പാപം ചെയ്യണ്ട, എനിക്ക് നിന്നെ അനുഗമിച്ച് നിന്റെ ഇഷ്ടം ചെയ്ത് നിന്റെ പിന്നാലെ നടന്നാ മതി. അങ്ങനത്തെ ഒരു നിലവിളിയുമായിട്ടാണ് നാം നമ്മുടെ ക്രിസ്തീയത ആരംഭിക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മൾ നേരെ വിശുദ്ധിയിലേക്കുള്ള ഒരു തിരിച്ചൽ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. വീണ്ടും ജനിച്ച് യഥാർത്ഥ വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാ വ്യക്തികളോടുള്ള ബന്ധത്തിലും അവർക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചവർക്ക് പറയാനുള്ളത്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇനിയും എനിക്ക് പാപം വേണ്ട, പാപത്തെ വെറുക്കുന്ന ഒരു ആന്തരിക മനോഭാവമാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്നത്. യെരമ്യാ പ്രവചനം നമ്മളതാ വായിച്ചത്, നിന്നെ കണ്ടുമുട്ടിയ നിന്റെ യൗവനത്തിലെ എന്നോടുള്ള ഭക്തി. ഇപ്പൊ നമ്മൾ വായിച്ചത് ആ മണവാളിനോടുള്ള നമ്മുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നെന്നാണ്. ഇപ്പം കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ നമുക്കുണ്ടായിരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും പാടുന്ന, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട. യഥാർത്ഥ കർത്താവിനെ കണ്ടുമുട്ടിയ എല്ലാ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിലും ദൈവം കണ്ടുമുട്ടിയ എല്ലാവരോടുള്ള ബന്ധത്തിലും പ്രാഥമികമായിട്ട് അവരുടെ ഉള്ളിൽ സംഭവിച്ചൊരു മാറ്റം അതാണ്. പാപത്തോടുള്ള വെറുപ്പ്, ലോകത്തോടുള്ള വെറുപ്പ്, സ്വയത്തോടുള്ള ഒരു വെറുപ്പ്. കർത്താവെ, നീ മാത്രം മതി,
മറ്റൊന്നും എനിക്ക് വേണ്ട, ഈ ലോകത്തിലുള്ളതെല്ലാം എനിക്ക് നഷ്ടമായാലും. നമ്മളെ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥ പറയുന്നത് പോലെ നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടുന്ന നാളില് അപ്പനോ അമ്മയോ വീടോ സമ്പത്തോ ബന്ധുമിത്രാദികളോ ഇതൊന്നും നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതിനോടെല്ലാം നമുക്കൊരു വിരക്തിയുണ്ട്. കർത്താവെ നീ മാത്രം മതി. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇരമ്യാവ് 2 വായിച്ചത്. നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്റെ, തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുന്നു, 2-ാം അധ്യായത്തിലാണ് 2:5, 2:2 യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ആ ദൈവസ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെട്ടിട്ട് മറ്റൊന്നും നമ്മളെ സ്പർശിക്കാത്ത രീതിയിൽ കർത്താവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾക്ക് കർത്താവിനോടുള്ള ഒരു 100% ഏകാഗ്രതയുണ്ടായിരുന്നു. കർത്താവ് അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. നമുക്കറിയാം, ഭക്തന്മാരെ ഒത്തിരി പേരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അവരൊക്കെ ആരംഭിച്ചത് അങ്ങനെയാണ്. എല്ലാം ഉപേക്ഷിച്ച്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, ലോകത്തിൽ അന്യനായി, അപമാനവും പഴിയും ദുഷിയും ഏറ്റ് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്ന ഒരനുഭവം എല്ലാ ഭക്തന്മാരോടുള്ള ജീവിതത്തിലും ഉണ്ട്. ഒറ്റപ്പെടുത്തപ്പെടുകയും അവമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും വീട്ടുകാരാൽ കൈവിടപ്പെടുകയും അവമാനിക്കപ്പെടുകയും കയറിക്കടക്കാൻ ഇട പോലുമില്ലാതെ തെരുവുകളിൽ അലയുന്ന അനുഭവമുള്ള ഒത്തിരി പേരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങോട്ട് നമ്മളെ നയിച്ചത് ആ കർത്താവിന്റെ സ്നേഹം നമ്മൾ അറിഞ്ഞതിന്റെ അനന്തരഫലമായിട്ടാണ് നമുക്കുള്ളതെല്ലാം വിട്ട് നമ്മൾ കർത്താവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പൊ അവിടെ ഒന്നാമതായിട്ട് പറയുന്നത് നിന്റെ ഭക്തിയും, രണ്ടാമതായിട്ട് നിന്റെ സ്നേഹം, നിന്റെ യൗവനത്തിലെ എന്നോടുള്ള സ്നേഹം. അത് മറ്റാർക്കും കൊടുക്കാത്ത ഒരു സ്നേഹമായിരുന്നു. മറ്റാർക്കും അത് കൈവശപ്പെടുത്താൻ കഴിയാത്തവണ്ണം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയ കാലത്ത് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും കർത്താവിൽ ഏകാഗ്രമായിരുന്നു. പക്ഷെ ഇവിടെ തുടർന്ന് ആ നിർമ്മല കന്യ എന്ന് പറയുമ്പം നമ്മളെ വീണ്ടെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ ഉദ്ദേശങ്ങളും മനോഭാവങ്ങളും ലക്ഷ്യങ്ങളിലും എല്ലാം രൂപാന്തരം വരുത്തി കർത്താവല്ലാതെ ഒന്നിനെയും ആഗ്രഹിക്കാത്തവരായിട്ട്, കർത്താവിനെ മാത്രം ആഗ്രഹിക്കുന്നവരായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ ഒരു നിർമ്മല കന്യയായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്നാൽ നമ്മൾ തുടർന്ന് വായിക്കുന്ന ഒരു കാര്യം, എന്നാൽ സർപ്പ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അന്ന് നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രമായിരുന്നു, മനസ്സ് ഏകാഗ്രമായിരുന്നു. ഈ ഏകാഗ്രതയെ കുറിച്ച് പറയുമ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തില് ഇങ്ങനൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിന്റെ 25-ാം അധ്യായത്തില് അവിടെ ഒരു രാജാവിനെ കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ വളരെ രസകരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. 25-ന്റെ 2-ാം വാക്യം, 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 2-ാം വാക്യം. അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, ഏകാഗ്രത ഹൃദയത്തോടെ അല്ലതാനും. നമുക്കറിയാം, ഈ രാജാവിന്റെ ആരംഭം കർത്താവിനോടുള്ള ഒരു ഏകാഗ്രതയിലായിരുന്നു. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം, ആ ഏകാഗ്രത നഷ്ടപ്പെട്ടു. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് 14-ാമത്തെ 25-ന്റെ 14 പറയുന്നുണ്ട്. എന്നാൽ അമസ്യാവ് ഏദോമ്യരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സേയീര്യരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. ദൈവത്തെയാണ് സേവിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ ഏകാഗ്രതയോടെ അല്ല. അവന്റെ ഹൃദയത്തിന്റെ പകുതി ഭാഗം വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുത്തെന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ള അപ്പോസ്തലന്റെ ഭയം അത് തന്നെയാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ? നമ്മൾ തുടങ്ങിയ കാലത്ത് കർത്താവിന് വേണ്ടി എന്തുമായി പോവാൻ, മരിക്കാൻ പോലും തയ്യാറായിരുന്നു. ആദ്യ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ആ ചരിത്രങ്ങൾ നമുക്കറിയാം. സ്വന്തം കണ്ണിന് മുമ്പിൽ കുഞ്ഞുങ്ങളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, പിതാക്കന്മാരെ ഒക്കെ വധിക്കുമ്പോഴും
അവശേഷിക്കുന്നവര് കർത്താവിനെ തള്ളി പറയാതെ കർത്താവിന് വേണ്ടി നിന്ന സത്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കും കർത്താവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടിയ ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് നമ്മുടെയും മനോഭാവം തന്നെയായിരുന്നു, ഈ കർത്താവിന് വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണെന്നുള്ളൊരു മനോഭാവമായിരുന്നു. ഇങ്ങനെ വഷളായി പോയതിനു ശേഷവും നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് അങ്ങനത്തെ ഒന്നല്ല ആഗ്രഹിക്കുന്നത്. ഒരു പൂർണ്ണത നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേർക്ക് അന്ന് തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന ആ ഒരു എരിവുണ്ട് നമ്മുടെ ഉള്ളിൽ, കർത്താവിന് വേണ്ടി എന്തും വിട്ടുകളയാൻ ഉണ്ടായിരുന്നൊരു മനസ്സ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു പെന്തക്കോസ്ത് സഭയിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നതിനിടയായി തീർന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് അവള് സ്നേഹബന്ധത്തിലായി. അപ്പൊ ഇത് വീട്ടിലറിഞ്ഞിട്ട് വീട്ടുകാർ ഇവളെ പിടിച്ച് വീട്ടിൽ പൂട്ടിയിട്ടു. ഏതാണ്ട് 3 മാസത്തോളം പുറത്തിറങ്ങാൻ അനുവദിക്കാതെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് പല പാസ്റ്റർമാരും പ്രവാചകന്മാരൊക്കെ വന്ന് ഈ പെൺകുട്ടിയോട് സംസാരിച്ചു. ഈ പെൺകുട്ടിയെ വഴങ്ങുന്ന ഒരു മനോഭാവം കാണിച്ചു, ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു മനോഭാവം കാണിച്ചപ്പം അവളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിച്ചു, മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിച്ചു. അവൾ ഇവരുടെ അടുക്കൽ ഇവർ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നുള്ള നിലയൊക്കെ കാണിച്ചു നിന്ന് ഒരു പ്രഭാതത്തിൽ നോക്കുമ്പോൾ അവളെ കാണാനില്ല. ആ ചെറുപ്പക്കാരൻ വന്ന് രാത്രി വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടും പോയി. ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ആ ഒരു പ്രേമബന്ധത്തിന് വേണ്ടി അതുവരെ അവളെ പെറ്റു വളർത്തിയ അമ്മയെയും അപ്പനെയും ബന്ധുമിത്രാദികളെയും തനിക്കുള്ളതെല്ലാം അവള് വിട്ടിട്ട് ആ പുരുഷന്റെ പുറകെ അവള് പോയി. അവളെ അതിന് പ്രേരിപ്പിച്ചൊരു കാര്യം എന്താ? ജഡികമായിട്ടുള്ള ഒരു സ്നേഹം അതിന് പ്രേരിപ്പിച്ച്. പക്ഷെ നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന നിത്യമായ ആത്മീയമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഇന്ന് ഈ പകൽക്കാലം ഒന്നിച്ചായിരിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇറങ്ങി പുറപ്പെട്ട നാളിൽ, അല്ലെ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട നാളിൽ, വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളിൽ നമുക്കുണ്ടായിരുന്ന ആ ഭക്തിയും സ്നേഹവും ഇന്ന് കർത്താവിനോട് നമുക്കുണ്ടോ? അപ്പോസ്തലന്റെ ഭയം അതായിരുന്നു, ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, അല്ലെ ക്രിസ്തുവിനെ മാത്രം ആഗ്രഹിക്കുന്ന അവസ്ഥ വിട്ട് ക്രിസ്തുവിനോടൊപ്പം പ്ലസ് ജഡിക സുഖങ്ങളോ സമ്പത്തോ അംഗീകാരമോ പ്രശംസയോ തുടങ്ങിയ നാളിൽ ഇതൊന്നുമില്ലായിരുന്നു. കർത്താവ് മാത്രം മതി, കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏക ലക്ഷ്യം. അവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ ഒരു നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തില് അപ്പോസ്തലൻ കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കും, നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ, അതുപോലെ 1 കൊരിന്ത്യർ 7:34, അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഒരു കന്യകയുടെ പ്രത്യേകതയാണ് അവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. നമ്മളൊക്കെയും വീണ്ടും ജനിക്കപ്പെട്ട നാളിൽ, വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളിൽ നമ്മുടെ ചിന്ത മുഴുവൻ കർത്താവിനെ കുറിച്ചുള്ളതായിരുന്നു. ആരോട് നമ്മളോട് പറഞ്ഞു തരണ്ടായിരുന്നു ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ദൈവത്തിനുള്ളത് ചിന്തിക്കണം എന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മുടെ ഉള്ളു മുഴുവൻ ആ ചിന്തകളായിരുന്നു. അന്ന് നമ്മൾ പാടുന്നൊരു പാട്ടായിരുന്നു, എൻ പ്രിയനെ പോൽ സുന്ദരനായി മറ്റാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. അത് നമ്മളെക്കുറിച്ചൊക്കെ യഥാർത്ഥ വീണ്ടും ഞാൻ പ്രാപിച്ചവരോടുള്ള എല്ലാം ബന്ധത്തിൽ സത്യമാണ്. ശരിക്കും നമ്മൾ അതിനുശേഷം ഈ ഏകാഗ്രതയും നിർമ്മലതയും നമുക്ക് വർദ്ധിച്ചു വരേണ്ടതായിരുന്നു, കൂടി വരേണ്ടതായിരുന്നു. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്ന് രാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ. കർത്താവിനെ കണ്ടുമുട്ടിയ വിശുദ്ധന്മാരൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. അവർക്കത് യാഥാർത്ഥ്യമായിരുന്നു. ഈ ഏകാഗ്രതയും നിർമ്മലയിൽ നിന്ന് വഷളാക്കി കളയാനായിട്ട് ലോകവും ജഡവും പിശാചും നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ
കർത്താവിനെ മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ ചിന്താമണ്ഡലം ഇവിടെ നമ്മൾ വായിച്ചൊരു കാര്യം, അവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകൾ മുഴുവൻ കർത്താവിനെ കുറിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇടയ്ക്കൊരു കത്തോലിക്കനായ ഒരു സഹോദരനെ കണ്ടുമുട്ടി. പുള്ളി ഒരു വീണ്ടും ജനത്തിന് അനുഭവത്തിലേക്ക് വന്നൊരു സഭയിൽ പോകുന്നുണ്ട്. അപ്പൊ പുള്ളിയോടായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പുള്ളി കത്തോലിക്കനാണെങ്കിലും ഹിന്ദു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, ബ്രദറെ, ഞാൻ അങ്ങനത്തെ ഒരു പ്രേമബന്ധത്തിലായിരുന്നപ്പം ഊണിലും ഉറക്കത്തിലും എപ്പോഴും എനിക്ക് അവളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. മറ്റൊരു ചിന്തകളും എനിക്കില്ലായിരുന്നു. മറ്റൊരു സ്ത്രീകളും എൻ്റെ ഒരു കണ്ണിന് മുമ്പിൽ സൗന്ദര്യമുള്ളവരായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് കർത്താവിനോടും അങ്ങനെ ഒരു ബന്ധം വേണം. എപ്പോഴും എനിക്ക് കർത്താവിനെ കുറിച്ച് ചിന്തിക്കണം. എൻ്റെ എല്ലാ തലങ്ങളിലും കർത്താവിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കണം. യഥാർത്ഥ വീണ്ടും ജനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആഗ്രഹം അതാണ്. പക്ഷേ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ വായിക്കുന്നത്. എങ്ങനെ ഉപായത്താൽ ചതിച്ച്? നമുക്കറിയാം, ദൈവജനത്തെ ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയല്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതിയാണ് ഹവ്വായുടെ മനസ്സിൽ ഇട്ടത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്താനായിട്ട് സാത്താൻ അങ്ങനെ തന്നെ ചില ചിന്തകളാണ് കൊണ്ടുവരുന്നത്. ചില സൗന്ദര്യമുള്ള മുഖങ്ങള്, ജഡികമായ ചില അഭിലാഷങ്ങള്, സമ്പത്തിനോടുള്ള താല്പര്യം, മനുഷ്യരുടെ അംഗീകാരവും പ്രശംസയും കിട്ടാനുള്ള ആഗ്രഹം, ഇതിനൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇട കിട്ടുന്നിടത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളും ചതിക്കപ്പെട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തലന്റെ ഭയം അതായിരുന്നു, ഈ ഏകാഗ്രതയും നിർമ്മലയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ? ഈ വഷളത്വം സംഭവിക്കുന്നത് നമുക്കറിയാം, ഈ ഒരു ക്രിസ്തു എന്ന വ്യക്തിയോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും കൂടെ സ്ഥാനം കൊടുക്കുമ്പം നമ്മൾ വഷളരായി, നമ്മൾ ഒരു വഷളത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു. ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു, ഏകാഗ്രതയും നിർമ്മലതയും. നിർമ്മലത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാലിന്യമില്ലാത്ത അവസ്ഥയാണ്. ഫിലിപ്പിയർ 2 അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് ഫിലിപ്പിയർ 2:14 വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല അനുഭവ സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്. വീണ്ടും ജനം രക്ഷിക്കപ്പെട്ടതിന്റെ അനന്തരഫലമായി ഒത്തിരി ഉപദ്രവങ്ങളേറ്റ സഹോദരി സഹോദരന്മാരെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യം ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. അവർ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആ സഹോദരി വീണ്ടും ജനത്തിന് മുൻപിലേക്ക് വന്നേ. അപ്പം ഭർത്താവ് ഈ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നതിന് ഭയങ്കര എതിരായിരുന്നു. പക്ഷെ സിസ്റ്റർക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, മീറ്റിങ്ങിന് പോകണമെന്നുള്ളൊരു തള്ളല് കൊണ്ട് മീറ്റിങ്ങിന് പോവും. തിരിച്ചു വരുമ്പം രാത്രിക്ക് വീടിന് പുറത്തിട്ട് കഥ കടയ്ക്കും. ആ രാത്രി മുഴുവൻ വരാന്തേ കിടക്കും. രാവിലെ കഥ തുറക്കുമ്പോൾ എഴുന്നേറ്റ് സന്തോഷത്തോടെ അടുക്കളയിൽ പോയി ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഭർത്താവിനോട് തറുതിയിലൊന്നും പറയാതിരിക്കുകയും ആ നിലയില്. അപ്പൊ ആ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, ഈ ഉപദ്രവങ്ങളൊക്കെ വരുമ്പോഴും എനിക്ക് പുള്ളി എന്നെ ഉപദ്രവിക്കുമെങ്കിലും എനിക്ക് പുള്ളിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലായിരുന്നു. എന്നെ വല്ലാണ്ട് അപമാനിക്കും, നിന്ദിക്കും, ചിലപ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കും. പക്ഷെ അതൊന്നും പുള്ളിയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പൊ യഥാർത്ഥ ദൈവസ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പം, ഇപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനത്തിന് അനുഭവത്തിൽ വന്നതാണെങ്കിൽ നമുക്കിത് വളരെ ഈസിയായൊരു കാര്യമാണ്. 1 യോഹന്നാൻ 5:3 നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. എന്തുകൊണ്ടത്? കാരണം ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഭാരമുള്ള ഒരു കാര്യമല്ല. കർത്താവിനെ പ്രതി നമ്മൾ എന്തും സഹിക്കാനും എന്തും നഷ്ടം സഹിക്കാനും എന്തും പൊറുക്കാനൊക്കെ നമ്മൾ തയ്യാറായിരിക്കും.
പക്ഷെ എവിടെയെങ്കിലും നമ്മൾ വഞ്ചിക്കപ്പെടാൻ തുടങ്ങുന്നിടത്ത്, നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടാൻ തുടങ്ങുന്നിടത്ത്, നമുക്കിതൊരു കൽപ്പനകളൊക്കെ ഭാരമായി തീരും. ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് ഭാരമായി തീരും. പൊറുക്കുക എന്നുള്ളത്, ദോഷം കണക്കിടാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഭാരമുള്ള കാര്യമായിരിക്കും. സദസ്യന്മാരെ നമ്മൾ ഇന്ന് ഒന്നിച്ചായിരിക്കുന്നിടത്ത് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ആന്തരിക ബോധ്യങ്ങളിലും ആന്തരിക കാഴ്ചപ്പാടുകളിലും ആ കർത്താവുമായുള്ള ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട, അല്ലെ ആ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട നാളിൽ നമുക്കുണ്ടായിരുന്ന ആ ഏകാഗ്രത ഇന്നും നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ചിന്തകളിൽ കർത്താവിനല്ലാതെ മറ്റൊന്നിനും ഇടകൊടുക്കാത്തൊരു മനോഭാവം, മറ്റാരുടെ സൗന്ദര്യവും നമ്മളെ ആകർഷിക്കാത്തൊരു കാര്യങ്ങള്, മറ്റൊന്നും, ഈ ലോകത്തിലുള്ള ഒന്നും, എല്ലാം നമുക്കൊരു ചപ്പും കുപ്പയും. പൗലോസ് പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു, എണ്ണിയിരിക്കുന്നു ഇപ്പോഴും എണ്ണുന്നു. അപ്പൊ കർത്താവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നമ്മൾ ഉപേക്ഷിച്ചത്, വേണ്ടെന്ന് വെച്ച പലതും ഇന്ന് നമുക്ക് പ്രിയമുള്ളതായി തീരും. പത്രോസിനെ കുറിച്ച് പറയുന്നത്, സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായൻ ഒരിക്കലും ഉപേക്ഷിച്ചത് വീണ്ടും ഭക്ഷിക്കുന്ന അവസ്ഥ. നമ്മുടെ ചിന്തകൾ ഒരിക്കൽ നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുത്തതായിരുന്നു. നമ്മുടെ ശരീരം മുഴുവനും കർത്താവിന് കൊടുത്തായിരുന്നു. നമ്മുടെ അവയവങ്ങളെല്ലാം കർത്താവിന് കൊടുത്തതായിരുന്നു. നമ്മളെ നയിക്കുന്ന കാര്യം കർത്താവിനോടുള്ള ഏകാഗ്രതയായിരുന്നു. അന്ന് പാപം നമുക്ക് വെറുപ്പുള്ളതായിരുന്നു. കോപിക്കുക എന്നുള്ളത്, മോഹിക്കുക എന്നുള്ളത്, പരാതി പറയുക എന്നുള്ളത്, മത്സരിക്കുക എന്നുള്ളത്, ശാഠ്യം പിടിക്കുക എന്നുള്ളത് എല്ലാം നമുക്ക് വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ നമുക്ക് പ്രിയമായി തീർന്നിട്ടുണ്ടോ? നമ്മുടെ ആന്തരിക കണ്ണുകൾ മങ്ങിയിട്ടുണ്ടോ? കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ സ്നേഹത്തിന്റെ ചൂട്, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഊഷ്മളത നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാം, സൂര്യനോടുള്ള ബന്ധത്തിൽ അതിന് പ്രകാശം മാത്രമല്ല, പ്രകാശത്തോടൊപ്പം ചൂടും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവസ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ഊഷ്മളത ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞ്, അതിക്രമം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. നമ്മുടെ ഉള്ളിൽ ആ ഏകാഗ്രത നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്നേഹം തണുക്കാൻ തുടങ്ങും. തണുപ്പുള്ള ഒരു സ്നേഹം, അത് ജീവൻ കൊടുക്കുന്നതൊന്നല്ല. സാഗുറർ പറയാറുണ്ട്, പെയിന്റഡ് ഫയർ എന്ന് പറയാറുണ്ട്. നല്ല മനോഹരമായിട്ട് ഒരു തീയുടെ ചിത്രം വരയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആ തീയുടെ അടുക്ക് ചെല്ലുമ്പം നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു ചൂടില്ലാത്ത സ്നേഹത്തിലേക്ക് നമ്മൾ വഴുതി പോയിട്ടുണ്ടോ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും നഷ്ടപ്പെടുന്നിടത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളായതൊക്കെ. വഷളാകുക എന്ന് പറയുമ്പം, അല്ലെ, ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ വഷളാകുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. ഹോശേയ പ്രവചനത്തിലെ 5-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഹോശേയ 5:2. അതിങ്ങനെ നമ്മൾ വായിക്കുന്നത്, മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ മത്സരം ഉണ്ടെങ്കിൽ, ഒരിക്കൽ നമ്മൾ ഉപേക്ഷിച്ച, ത്യജിച്ച മത്സരത്തിന് ഇന്നും നമ്മുടെ ഉള്ളിൽ സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ വഷളായി പോയിരിക്കുന്നു എന്നത് കാണിക്കുന്നു. മത്സരം നമുക്കറിയാം, സാത്താന്യമാണത്. ലൂസിഫറിനെ, ദൈവത്തിന്റെ ദൂതനെ സാത്താനാക്കി മാറ്റിയൊരു കാര്യമായിരുന്നു ഈ മത്സരത്തിന്റെ മനോഭാവം. നമ്മൾ വീണ്ടും ജനിക്കുമ്പം ആത്മാവിൽ നമ്മൾ ഇതിനോടൊക്കെ എതിർത്ത് നിൽക്കുന്ന, നമ്മളിത് ഇല്ലെന്നുള്ളതല്ല, നമ്മുടെ ജഡത്തിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾ സ്വീകരിക്കുന്നില്ലായിരുന്നു. അതൊന്നും ജഡത്തിൽ അതുണ്ട്. നമ്മൾ ആ ജഡത്തെ അനുസരിച്ചല്ലായിരുന്നു നടക്കുന്നത്, നമ്മൾ ആത്മാവിനെ അനുസരിച്ചായിരുന്നു നടക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3:3 നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ പരിച്ഛേദനയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നമ്മളൊന്ന് ജഡത്തെ വേണ്ടെന്ന് വെച്ചതാണ്, ഉപേക്ഷിച്ചതാണ്, ജഡികമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ തള്ളിപ്പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ജഡത്തിൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയോ? ഇപ്പം പലപ്പോഴും
പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇച്ചിരി കോപമൊക്കെ ഉണ്ടെങ്കിൽ സഹോദരിമാരെ അനുസരിക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം വിവേകത്തിൽ നിന്ന് വരുന്നൊരു കാഴ്ചപ്പാടാണ്. നമ്മളോട് സദൃശവാക്യം 3:3 തോന്നുന്നു ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തമായി മനസ്സിലാക്കി. നമ്മുടെ ജഡം ഇങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ നമുക്ക് തരും. ദൈവം വെറുക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളില് നുഴഞ്ഞു കയറുക ചെയ്യുന്നത്. നമ്മള് അൺനോട്ടീസ്ഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതികളിൽ പുതുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നിടത്ത്, നമ്മൾ പുതുക്കപ്പെടാൻ വിസമ്മതിക്കുന്നിടത്ത് നമ്മൾ പാപത്തിൽ തുടരാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ മത്സരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ വഷളത്തിലേക്ക് നടത്തുന്ന ഒരു കാര്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തില് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നമുക്ക് ഒരു വെല്ലുവിളി നമ്മുടെ നേരെ ഉയർത്തുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നേ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനല്ല പറയുന്നത്, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ, കർത്താവിന് സാഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ, പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദുഃഖിച്ച് കരയുന്നവരാണോ? കർത്താവ് മത്തായി പറഞ്ഞു, ഇപ്പോൾ ദുഃഖിക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ ഐഹിക ജീവിതകാലത്ത് നിരന്തരമായിട്ടൊരു ദുഃഖത്തിന്റെ ആത്മാവിലാണ് നമ്മൾ നടക്കുന്നത്. കർത്താവിനെ ദുഃഖപുരുഷൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള നമ്മുടെ ആന്തരിക മനോഭാവങ്ങളെ കാണുമ്പം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മളോട് പറയുന്നത്, സങ്കടപ്പെട്ട് ദുഃഖിച്ച് നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. നമ്മൾ ദുഃഖിക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മൾ ദുഃഖിക്കുന്നില്ല. നമ്മൾ ദുഃഖിക്കുന്നവരാണെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ രക്ഷയിലേക്ക് കയറ്റും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇരുമനസ്സിനെ കുറിച്ചും വഷളത്വത്തെക്കുറിച്ചും പാപത്തോടുള്ള അനുരഞ്ജന മനോഭാവത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ദുഃഖവും നെടുവീർപ്പുമാണ് നമുക്കുള്ളത്. അതോ നമ്മൾ ചിരിക്കുന്നവരായിട്ടാണോ ജീവിക്കുന്നത്? പാപത്തിൽ ജീവിക്കുകയും നമ്മൾ തുടർന്ന് ചിരിയുടെ മനോഭാവത്തിലാണോ നമ്മളായിരിക്കുന്നത്? അത് നമ്മളൊരു ദുഃഖത്തിന്റെയും കരച്ചിലിന്റെയും മനോഭാവത്തിലാണോ ജീവിക്കുന്നത്? നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ആവശ്യമുള്ള ഒരു കാര്യമാണ്. നിരന്തരമായിട്ടുള്ളൊരു ദുഃഖവും അനുതാപവും ഏറ്റുപറച്ചിലും നമുക്ക് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ വഷളായി പോകും. കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വഷളന്മാരായിത്തീരും. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഭവനങ്ങളിലോ സഭയിലോ സമൂഹത്തിലോ നമുക്ക് കർത്താവിന്റെ ആ തേജസ് പ്രതിഫലിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കർത്താവിന്റെ സ്വഭാവത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ആദാമ്യമായ, പ്രാകൃതമായ, ജഡികമായ ആ സ്വഭാവങ്ങളായിരിക്കും നമ്മളിൽ നിന്ന് നിരന്തരമായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തില് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്ന, മോശ അവരോട് യാത്ര പറയുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണത്. ആവർത്തനം 32:5 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ അവനോട് വഷളത്വം കാണിച്ചു, അവർ മക്കളല്ല സ്വയകളങ്കം അത്രേ, വക്രതയും കോട്ടവുമുള്ള തലമുറ. എന്ത് വഷളത്താ ദൈവത്തോടെ അവർ കാണിച്ചേ? അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. 32:7 പുറപ്പാട് 32:7 അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. നമുക്കറിയാം, അവർ ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കി അതിന്റെ മുമ്പിൽ യാഗം കഴിക്കുകയും സന്തോഷിച്ച് ആനന്ദിക്കുകയും ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. പുതുനിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വാക്യം വായിക്കുന്നു, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇന്ന് കർത്താവാണോ നമ്മുടെ ആരാധ്യ വസ്തുവായിട്ടിരിക്കുന്നത്? അതോ ആ സ്ഥാനത്ത്
മറ്റു പലതും നമുക്ക് ആരാധ്യ വസ്തുവായിട്ട് മാറിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്തെ കീഴടക്കിയിട്ടുണ്ടോ? സമ്പത്ത്. നമുക്കറിയാം, കർത്താവ് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ കഴിയത്തില്ല. മാമോനെ കുറിച്ച് സാഗ്ലർ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്, നല്ലൊരു ദാസനാണ്, മോശം യജമാനാണ്. ഇപ്പൊ ദൈവത്തെയും പണത്തെയും കൂടെ നമുക്ക് ഒന്നിച്ച് സേവിക്കാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ കർത്താവിന്റെ സ്ഥാനം പണം ഉപകരിക്കുന്നിടത്ത് നമ്മൾ ആ ഒരു തലത്തിലേക്ക് ആണ്ട് വഷളത്വത്തിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ കർത്താവാണോ നമുക്ക് പ്രിയപ്പെട്ട ആളായിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ചപ്പം, ഒരു നല്ല മോനാണ്. അപ്പൊ അവന് 2-3 കൂട്ടുകാരുണ്ട്. ആകെപ്പാടെ 2-3 കൂട്ടുകാരേ ഉള്ളൂ. അപ്പൊ ആ കൂട്ടുകാരെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി ഈ മോനെ വിളിച്ചപ്പം അമ്മ വിട്ടില്ല അവന്. അപ്പൊ അപ്പന്റെ അമ്മയുടെ എല്ലാം മുമ്പിൽ നിന്ന് പറയുകയാണ്, എന്നെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുക. ആകെപ്പാടെ 2-3 കൂട്ടുകാരേ ഉള്ളൂ. അവരുടെ അടുക്ക പോകാൻ പോലും എന്നെ അനുവദിക്കാറില്ല. സങ്കടത്തോടെയാ പറഞ്ഞേ. അപ്പൊ ഞാൻ അങ്ങനെ ആ മോനോട് പറഞ്ഞതിനിടയായി തീർന്നു, നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതൻ കർത്താവായിരിക്കണം. എപ്പോഴും കൂടെ നടക്കാനും സംസാരിക്കാനും. നമ്മൾ ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്ന പോലെ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ട് നല്ല കാണാതെ. ഞാൻ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ഈ കർത്താവിനെ ഒരു സ്നേഹിതനായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ മറ്റേ സ്നേഹിതന്മാരെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തുടങ്ങും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈ സ്നേഹിതനായിരിക്കും. നമ്മുടെ ചിന്തകൾ മുഴുവൻ കർത്താവിനെ കുറിച്ചായിരിക്കും. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, ദയയെക്കുറിച്ച്, കർത്താവിനോടുള്ള ഭക്തിയെക്കുറിച്ച് നമ്മളെ മുഴുവനായിട്ട് നിറയ്ക്കുന്ന ഒരു കൂട്ടുകാരനാണ് നമ്മുടെ കർത്താവ്. പക്ഷെ ഇസ്രായേലിനെ പറ്റിയപ്പോ ഒരു കാര്യം, അവർ യഹോവയെ ത്യജിച്ചിട്ട് ഒരു കാളക്കുട്ടിയുടെ പിന്നാലെ പോകുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സാത്താൻ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മളെയും ഇങ്ങനത്തെ ഉപായത്താലാ ചതിക്കുന്നത്. ഇപ്പൊ ലോകത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ ആ ലോകത്തിൽ ചിലതിനെയൊക്കെ നമ്മൾ പ്രിയപ്പെടുന്നിടത്ത്, ചില ബന്ധങ്ങള്, ചില സ്നേഹിതരെ കർത്താവിനേക്കാൾ ഏറെ നമ്മുടെ ഹൃദയത്തിൽ പിടിക്കുന്നിടത്ത് നമ്മൾ ആത്മീയമായിട്ട് വഷളായിപ്പോകും. അതാ നമ്മളിവിടെ വായിക്കുന്നത്. ഇസ്രയേല് വഷളായിപ്പോയി. അവര് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. നമ്മൾ ആശ്ചര്യമായ കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കാറില്ല. നമുക്ക് ചെറുപ്പം തൊട്ട് കിട്ടിയ പഠിപ്പീരും ട്രെയിനിങ്ങും ഒക്കെ നിമിത്തം നമ്മൾ വളരെ പെട്ടെന്ന് ആശ്ചര്യമായ കാളക്കുട്ടികളെല്ലാം വിഗ്രഹങ്ങളോട് എതിർത്ത് നിൽക്കും. പക്ഷേ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കും. പലർക്ക് പലപ്പോഴും സെക്സ് ആയിരിക്കും അങ്ങനത്തെ ഒരു വിഗ്രഹമായിട്ട് തീരുന്നത്. അവരുടെ ചിന്തകളിൽ ഊണിലും ഉറക്കത്തിലെല്ലാം ആ ഒരു ചിന്തയായിരിക്കും. പ്രത്യേകിച്ച് യുവ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ബന്ധം എപ്പോഴും കർത്താവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ഒന്നാണ്. നമുക്കത് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടോ? കർത്താവിനേക്കാൾ ഏറെ നമ്മുടെ ഹൃദയത്തില് ഒരു വ്യക്തി സ്ഥാനം പിടിക്കുമ്പോൾ, നമ്മുടെ ഊണിലും ഉറക്കത്തിലും ചിന്തകളിലും സ്വപ്നങ്ങളിലെല്ലാം ഒരു വ്യക്തിയായിരിക്കുന്ന വരുന്നിടത്ത് നമ്മുടെ ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോയി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ പല തന്ത്രങ്ങൾ സാത്താൻ പ്രയോഗിക്കും, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളോടുള്ള ബന്ധത്തിൽ. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകതയാണ് വളരെ ചെറുപ്പത്തിലെ ആ നിലയിലുള്ള ബന്ധങ്ങൾ പണിതെടുക്കാനുള്ള ശ്രമം. നമ്മള് ദൈവത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മോഹങ്ങൾക്ക് ഇട കൊടുക്കുന്നവര് ആത്മീയമായിട്ട് മരിച്ചവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കർത്താവിനെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പം അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അവിടെ മറ്റാർക്കും സ്ഥാനമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനല്ലാതെ
മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഒന്നാം സ്ഥാനം. നമുക്ക് സകലവും ആവശ്യമുണ്ടെങ്കിലും അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നിനും അടിമയാകത്തില്ല. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പണമാകാം, സെക്സ്വൽ റിലേഷൻഷിപ്പ് ആകാം. പക്ഷെ കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരു ഏകാഗ്രതയാണ്, നിർമ്മലതയാണ്. നമ്മുടെ ചിന്തകൾ അവിടെ കർത്താവിനാണോ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്? അതുകൊണ്ടാണ് കൊലോസ്യരെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി 3-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇപ്പൊ യഥാർത്ഥ ഒരു കർത്താവ് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തൊരു വ്യക്തിയുടെ ചിന്തകൾ മുഴുവൻ കർത്താവിനോടുള്ള ബന്ധത്തിലായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം, ഒന്നുകിൽ നമുക്ക് കർത്താവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോയി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നമ്മുടെ ചിന്തകളെ ശോധന ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ഉണരുമ്പം നമ്മുടെ ആദ്യത്തെ ചിന്ത എന്തിനെ കുറിച്ചാണ്? കർത്താവിനെ കുറിച്ചാണോ? ഒരു പുതിയ പ്രഭാതം കൂടെ തന്ന കർത്താവിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതോ ഈ ലോകത്തിലെ പല കാര്യങ്ങളാണ് ഒന്നാമത് നമ്മുടെ ചിന്തകളിൽ വരുന്നത്? അതാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്, നമ്മൾ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ മനസ്സ് വഷളായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ചെറിയ കുഞ്ഞുള്ള ഒരു അമ്മയുടെ ചിന്തയിൽ എപ്പോഴും ആ കുഞ്ഞിനായിരിക്കും ഇട. എപ്പോഴും ആ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. ഒരു പണിയിൽ വ്യാപൃതമായിരിക്കുമ്പം, മുഴുകിയിരിക്കുമ്പം ആ കുഞ്ഞിന്റെ ചെറിയൊരു ഞരക്കം കേട്ടാൽ അമ്മ കേൾക്കും, തിരിച്ചറിയും, ഓടിച്ചെല്ലും. കാരണം എന്താ? ആ കുഞ്ഞിനോടുള്ള ഒരു ഏകാഗ്രതയില അമ്മയുടെ ജീവിതം. എന്ന് പറഞ്ഞതുപോലെ സഹോദരന്മാരെ, നമ്മുടെ മനസ്സില് കർത്താവിന് അങ്ങനത്തെ ഒരു സ്ഥാനമുണ്ടോ? നമ്മുടെ ചിന്തകളിൽ പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു എതിർത്ത് നിൽപ്പുണ്ടോ? ചിന്തകളിലാണ് നമ്മൾ ആദ്യം പാപത്തോട് എതിർക്കുന്നത്. ചിന്തകളിലാണ് നമ്മൾ ആദ്യം പാപത്തിന് വഴിപ്പെടുന്നതും. ചിന്തകളിൽ വരുന്ന പാപമാണ് വളരെ പെട്ടെന്ന് നമ്മളെ വീഴ്ചയിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. നമ്മള് 2 ദിനവൃത്താന്തം 21-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലേവ്യരോട് പറയുമ്പം, ലേവ്യരെ 2 ദിനവൃത്താന്തം 29:5 എന്റെ വാക്ക് കേൾപ്പീൻ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവീൻ. 1-3 നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഇങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വഷളത്വത്തിലേക്ക് പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ആന്തരികമായിട്ട് നമ്മൾ പാപത്തോടുള്ള പോരാട്ടത്തിൽ ഇവിടെ നിൽക്കുന്നു, വളരെ സെൻസിറ്റീവാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ രാവിലെ കണ്ണു തുറന്ന് ഒരു ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെയാ കാണുന്നെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനായിരിക്കും? നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കും, വളരെ പെട്ടെന്ന് പ്രതികരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകളിൽ കർത്താവല്ലാത്ത എന്തിനേലും അങ്ങനത്തെ ഒരു സാന്നിധ്യം കാണുന്നിടത്ത് നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നത്? 1 കൊരിന്ത്യർ ലേഖനത്തിലാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രത്യേകത അത് പാപത്തെ വെറുക്കുന്നതാണ്, പാപത്തോടൊരു കോംപ്രമൈസ് ഇല്ലാത്തതാണ്. നമ്മളും പുതുക്കപ്പെടും തോറും പാപം നമുക്ക് കൂടുതൽ കൂടുതൽ പാപമായി തീരും. ഇപ്പം നമ്മൾ കോപിച്ചാകാത്തമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷനൊക്കെ ചെയ്തു കഴിഞ്ഞായിരിക്കും നമുക്ക് ആദ്യമൊക്കെ പാപബോധം വരുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ കൂടുതൽ വളരും തോറും നമ്മുടെ ചിന്തകളിൽ തന്നെ നമുക്ക് ഈ മലിനത തിരിച്ചറിയാനും അതിനോട് ശക്തമായിട്ട് എതിർത്ത് നിൽക്കാനായിട്ടും കഴിയണം. ദൈവവചനത്തിന്റെയും ദൈവത്തിന്റെ ആത്മാവിന്റെയും സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു പ്രവൃത്തി അതാണ് കൂടുതൽ കൂടുതൽ നമ്മളെ ഏകാഗ്രതയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയ. കന്യയെക്കുറിച്ച് നമ്മൾ വായിച്ചു, അവൾ ശരീരത്തിലും ആത്മാവിലും
വിശുദ്ധിയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അത് ആശ്ചര്യമായിട്ടാണ് കന്യ എന്ന് പറഞ്ഞ ആശ്ചര്യ കന്യയെ കുറിച്ചാണത് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ കന്യകളെ കുറിച്ചുള്ള ബന്ധത്തിൽ സത്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വില കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ സക്കറിയ പറഞ്ഞതിന് 14-ാം അധ്യായത്തില് നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ശാരീരികമായിട്ട് വഷളായി തീരുന്നത് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. സക്കറിയാവ് 14:2 ഇനി തുടർന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവചനത്തിൽ പറയുമ്പോൾ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഞാൻ സകല ജാതികളെ യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും, നഗരം പിടിക്കപ്പെടുകയും വീടുകൾ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും. ആ വഷളത്വം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു വഷളത്വമാണ്. അന്യപുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആന്തരിക ചിന്താഗതികളിലും മനോഭാവങ്ങളിലും പാപത്തോടുള്ള മനോഭാവം എന്താണ്? നമ്മൾ പുറമെ ഒന്നിച്ചു കൂടും, പക്ഷെ ആന്തരികമായിട്ട് നമ്മുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും നമ്മളൊരാളോട് ഇടപെടുമ്പം നമ്മുടെ ആന്തരിക മനോഭാവം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീമോഥെയോസിന് പൗലോസ് എഴുതുമ്പോൾ ഇളയ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും എന്ന് അവരെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അവരെ കാണുമ്പോൾ ഒരു നിർമ്മലതയോടെ കാണണം. അശുദ്ധ ചിന്തകളൊന്നും ഇല്ലാതെ, ദുർമോഹങ്ങളൊന്നും ഇല്ലാതെ, ഒരു പൂർണ്ണ നിർമ്മലതയോടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. നിർമ്മലത എന്ന് പറയുന്ന ഒന്ന് നമുക്ക് കാണാനില്ലാത്തൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പോട്ട് പോകും തോറും കൂടുതൽ അശുദ്ധമായിക്കൊണ്ടിരിക്കുന്ന, ദൈവിക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന, അതിനെതിരായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ നമ്മൾ സഭ എന്നുള്ള നിലയിൽ നമ്മുടെ വിളി ഈ നിർമ്മലതയെ ഉയർത്തിപ്പിടിക്കാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ശാരീരികമായും ആത്മീകമായിട്ടും തങ്ങളെ തന്നെ സൂക്ഷിക്കാനുള്ളൊരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ആന്തരിക തലത്തിൽ അങ്ങനത്തെ ഒരു ദർശനം ഉണ്ടോ എന്നുള്ളതാണ്. ഒരു സംസാര മധ്യ ആയിരിക്കുമ്പം എൻ്റെ നാവിൽ നിന്ന് ആകാത്തതൊന്നും പുറപ്പെടരുതെന്നുള്ള ഒരു ദർശനം നമുക്കുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്തുകാരന്റെ വിശ്വാസിയുമായിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി വളരെ ഉയർന്ന മൂല്യങ്ങളൊക്കെ പറയുന്നതാണ്. ഒരാളെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പം 2-3 തെറി പറഞ്ഞിട്ട് ആളെ കുറിച്ച് പറയുന്നത് ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അത് കാണിക്കുന്ന ഒരു കാര്യം ആന്തരികമായിട്ടുള്ളൊരു ദർശനം ഇല്ല എന്നുള്ളതാ, ഈ മൂല്യങ്ങൾ ഇല്ല എന്നുള്ളതാ. പുറമേ ഉള്ളൊരു മൂല്യമേ ഉള്ളൂ. ദൈവം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉള്ളിൽ നിന്ന് ഈ മൂല്യങ്ങൾ ഉയർത്തി നമ്മുടെ പുറമേയുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. പക്ഷെ നമ്മൾ വഞ്ചിക്കപ്പെടുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ പുറമെ ഈ മൂല്യങ്ങളുള്ളവരായിട്ടും ആന്തരികമായിട്ട് നമ്മുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും ഈ മൂല്യങ്ങൾ ഇല്ലാത്തവരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. നാം പാപത്തിൽ തുടരുമ്പോൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയായിരുന്നു. അതാ നമ്മൾ 1 Corinthians 6-ാം അധ്യായത്തിൽ വായിച്ചേ, ആരും തന്നെത്താൻ വഞ്ചിക്കരുതെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മുമ്പേ നിങ്ങളും ഈ വകക്കാരായിരുന്നു എങ്കിലും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അങ്ങനെ പറയാനായിട്ട് കഴിയുന്നുണ്ടോ? എൻ്റെ മുമ്പിലത്തെ നടപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. അത് നമ്മൾ മുമ്പിൽ നടന്ന് ജീവിച്ചിരുന്നപ്പോഴും നമ്മുടെ സംസാര രീതിയും നമ്മുടെ ചിന്താഗതികളും മനോഭാവങ്ങളും പണ്ടത്തെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്? ഉള്ളിൽ എന്തെങ്കിലും രൂപാന്തരം വരുന്നുണ്ടോ? ഞാൻ കണ്ടെത്തിയൊരു കാര്യം, നമ്മുടെ സഭകളോടുള്ള ബന്ധത്തിൽ പല സഭകളിലും പോയപ്പോഴും ഈ ആന്തരികമായിട്ടുള്ള ഒരു മാറ്റം കണ്ടെത്താൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. പുറമേ ഉണ്ട്, പക്ഷെ ഉള്ളിൽ നിന്ന് ആ മാറ്റം വന്നവരെ വളരെ കുറച്ചേ കണ്ടെത്താനായിട്ട് കഴിയുന്നു. അന്ത്യകാലത്തിന്റെ ലക്ഷണത്തെക്കുറിച്ച് 2 Timotheus 3 പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ആ വേഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപദേശത്തിന്റെ ഒരു വേഷമാണ്, ഏറ്റവും നല്ല ഉപദേശമാണ്. പരീശന്മാരുടെ ബന്ധത്തിലും കർത്താവ് തന്നെ പറഞ്ഞു, അവരുടെ ഉപദേശമൊക്കെ ശരിയാണ്, അവർ പറയുന്ന പോലൊക്കെ ചെയ്തു, ചെയ്യുന്ന പോലെ ചെയ്യരുത്. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും അങ്ങനെയാണോ നമ്മൾ ആയിരിക്കുന്നത്? അതോ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒരുപോലാണോ? നമ്മുടെ ഉള്ളിൽ ദൈവികമായൊരു പ്രവൃത്തി നടക്കുന്നുണ്ടോ? നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഹൃദയം കൊണ്ട് പാപത്തെ വെറുക്കുന്നവരാണോ? നമ്മുടെ ചിന്തകളിൽ
നമ്മൾ പാപത്തോട് എതിർത്ത് നിൽക്കുന്നവരാണോ? എബ്രായനും 12 നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെയും പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടില്ല. ആ പോരാട്ടം ആരംഭിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. നമ്മുടെ ജഡത്തിലുള്ള മോഹങ്ങൾ എപ്പോഴും സാത്താൻ എടുത്ത് നമ്മുടെ ചിന്തകളിൽ ഇടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നാം അത് സ്വീകരിച്ചാൽ നമ്മുടെ ഉള്ളുകൊണ്ട് ആദ്യം പാപം ചെയ്യും, പിന്നീട് പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെട്ട് വരും. നമ്മുടെ പോരാട്ടം അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകളിൽ ആരംഭിക്കുന്നത്. നമ്മുടെ ജഡത്തിലുള്ള ഏത് ദുർമോഹവും, ധനമോഹമാകട്ടെ, ലൈംഗിക മോഹങ്ങളാകട്ടെ, എന്തും നമ്മുടെ മനസ്സിലേക്ക് സാത്താൻ കൊണ്ടുവരുന്നിടത്ത് നമ്മൾ ജാഗ്രതയുള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് കണ്ടെത്തി അതിനെടുത്ത് പുറത്ത് കളയാൻ കഴിയും. ആ ചിന്തയോട് എതിർത്ത് നിന്ന് കർത്താവിൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് കൃപ പ്രാപിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മളോട് പറയുന്നു, നമ്മുടെ പരീക്ഷയുടെ സ്ഥാനത്ത് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലാനാണ് പറയുന്നത്. അത് ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ്. ആ പരീക്ഷ വരുമ്പോഴേ ചിന്തകളിൽ പ്രലോഭിക്കപ്പെടുമ്പോൾ കൈപ്പോടിരിക്കാൻ, ആകാത്തത് പറയാൻ, പോരാടാൻ, നിന്ദിക്കാൻ, അപമാനിക്കാനുള്ള ചിന്തകൾ വരുമ്പോഴേ നമുക്ക് കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലാനായിട്ട് കഴിയുന്നുണ്ടോ? കർത്താവിനോട് പറയാൻ കഴിയുന്നുണ്ടോ, കർത്താവെ എന്നെ രക്ഷിക്കണേ, ഞാൻ വീണു പോകും കർത്താവെ, ഞാൻ അശക്തനാണ്, എനിക്കതിനെ നിൽക്കാൻ കഴിയത്തില്ല, നിന്റെ വാക്തത്വം വീഴാതെ കൊണ്ട് എന്നെ സൂക്ഷിക്കാവുന്നതാണല്ലോ, ഇതാ ഞാൻ നിന്റെ അടുക്കല അഭയത്തിനായിട്ട് ഓടി വരുന്നു, നിന്റെ ആത്മാവിന് എന്നെ നിറയ്ക്കണം, എന്നെ താങ്ങണം, എൻ്റെ കൈ പിടിച്ചെന്നെ സഹായിക്കണം എന്നുള്ളൊരു നിലവിളിയുമായിട്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്ക പോകാനായിട്ട് കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് ഈ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ ഈ പരീക്ഷകളെ ജയിക്കുന്നവരാണോ അതോ പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നവരാണോ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് അല്പസമയം എന്നോടുകൂടി പ്രാർത്ഥിപ്പീൻ. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ശരീരം ബലഹീനമാണെന്ന് അവിടെ പറയുന്നത്. നമുക്കറിയാം കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാരസിന് പാപം നിമിത്തം അയച്ചേ. തുടർന്ന് പറയുന്നത്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ ബലഹീനത ഗ്രഹിച്ചിട്ട് അഭയത്തിനായിട്ട് കർത്താവിലേക്ക് ഓടി ചെല്ലുന്നോ അവിടെ തീർച്ചയായിട്ടും ദൈവം നമ്മളെ തന്റെ ആത്മാവിനെ നിറച്ച് സഹായിക്കും. പക്ഷെ പലപ്പോഴും നമ്മളിൽ തന്നെ ശക്തി നിഗളികളും ആയതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താൻ കഴിയുന്നില്ല. നമ്മൾ സ്വയമായിട്ട് പോരാടാൻ ശ്രമിച്ച് വീണ്ടും പരാജയപ്പെട്ടാലും നമ്മൾ അംഗീകരിക്കത്തില്ല. നമ്മുടെ പാപങ്ങളെ ന്യായീകരണമാകുന്ന മറുകൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കും. സാഗ്രോർ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ നമ്മളത് വ്യക്തമായിട്ട് ഏറ്റു പറയണം. ബ്രദർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പാപം ചെയ്തു, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണം. പക്ഷെ പലപ്പോഴും നമ്മളൊരു ന്യായീകരണത്തിന്റെ മൂടപടം ഇട്ടിട്ട് പറയും, അങ്ങനെ അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനാണ്, ഇങ്ങനാണ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞ്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടാ ഞാൻ പ്രതികരിച്ച്. അത് കാണിക്കും നമ്മുടെ ഉള്ളിലൊരു രൂപാന്തരം വന്നില്ലെന്നുള്ളത്, ദൈവിക സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ദൈവിക സ്വഭാവം എന്ന് പറയുമ്പോൾ മത്തായിയിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അവൻ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തന്റെ മഴയെ പെയ്യിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. നാം അതിനോട് അനുരൂപപ്പെടുമ്പം അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ പറഞ്ഞ ദൈവിക സ്വഭാവമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കേണ്ടി എന്നുള്ളതിനെ കുറിച്ചുള്ള ആന്തരിക ബോധ്യം നമുക്കുണ്ടോ? അതോ നമ്മൾ ന്യായീകരണത്തിലാണോ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ നേരെ വെല്ലുചൂണ്ടുകയാണോ ചെയ്യുന്നത്? സ്വയമായിട്ട് നമ്മുടെ പാപത്തെ ഏറ്റെടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നമ്മുടെ കർത്താവ് നമ്മുടെ മാതൃക പുരുഷനാണ്. പക്ഷെ അവൻ പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ എല്ലാം പാപം അവൻ തൻ്റെ മേലെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെല്ലാം ചെയ്ത പാപം ഞാൻ ചെയ്തതാണെന്ന് കർത്താവ് അംഗീകരിച്ച് അതിന് ശിക്ഷ ഏറ്റെടുത്തു. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ പാപത്തെ പോലും അംഗീകരിക്കാത്തവർ, നമ്മളതിനെ ന്യായീകരിക്കുന്നവരാണ്. നമുക്കറിയാം ശൗലും ദാവീദും. ശൗലിന്റെ പാപം ചെറുതായിരുന്നു താരതമ്യേന നമ്മൾ ശോധന ചെയ്യുമ്പോൾ. പക്ഷെ ശൗല് ചെയ്തൊരു കാര്യം, തന്റെ പാപത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ദാവീദാകട്ടെ തന്നെത്താൻ താഴ്ത്തി തന്റെ പാപത്തെ അംഗീകരിച്ച്, ഏറ്റവും ഞാൻ പാപം ചെയ്തെന്നാ പറയുന്നത്.
ശൗൽ താൻ ചെയ്ത പാപത്തിന്റെ കുറ്റം ജനക്കൂട്ടത്തിന്റെ മേൽ ചുമത്തി, ശത്രുക്കളുടെ മേൽ ചുമത്തി. നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പം നമ്മൾ കുറ്റം ഏറ്റെടുക്കാൻ മനസ്സുള്ളവരാണോ? മറ്റുള്ളവരുടെ അല്ല, നമ്മുടേതെങ്കിലും. എനിക്കാ തെറ്റിപ്പോയ, ഞാനാ പാപം ചെയ്തേ, എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാപബോധം വരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞതാണ്. സത്യത്തിന്റെ ആത്മാവ് വന്നിട്ട് ചെയ്യുന്നൊരു കാര്യം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പം പലരും ചിന്തിക്കുന്ന ലോകം എന്ന് പറഞ്ഞ ഉടനെ നമുക്കല്ല, ദൈവമക്കൾക്കല്ല, പുറമേ ഉള്ളല്ലോ. അല്ല, അങ്ങനല്ലത്. ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. 1 യോഹന്നാൻ 2:15 നമ്മൾ വായിക്കുന്നുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. അപ്പം നമ്മളിൽ തന്നെയുള്ള ലോകത്തിലാണ്, ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തുന്നത്. അങ്ങനത്തെ ഒരു ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ സഹോദരന്മാരെ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആന്തരിക ദർശനം നമുക്കുണ്ടോ? അതുപോലെ തന്നെ സഹോദരിമാരോടുള്ള ബന്ധത്തിലും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രതികരിക്കണം, എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നമ്മളിൽ തന്നെയുള്ള അറിവല്ലാണ്ട് ആത്മാവിനാൽ നമ്മുടെ ആന്തരിക കണ്ണ് തുറന്നിട്ട് നമുക്കൊരു ദർശനമുണ്ടോ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ദർശനം ഇല്ല എന്നുള്ളതാണ് സത്യം. നാം സത്യത്തെ അഭിമുഖീകരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ന്യായീകരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ഉള്ളിലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും ആ ഒരു ദർശനത്തിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മളൊരാൾ ശപിക്കുമ്പം ആന്തരികമായിട്ട് ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ആളെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ പുറമേ അല്ലെങ്കിലും നമ്മൾ ഉള്ളിലെങ്കിലും അവരെ ശപിച്ചു പോകും. നമ്മളോട് പറയും, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്ന രൂപാന്തരത്തിന് അനന്തരഫലമായി സ്വാഭാവികമായി തന്നെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു റിയാക്ഷനാണ്. നമ്മൾ ആദാമിലായിരുന്നപ്പം ആദാമ്യമായ റിയാക്ഷൻസ് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. കോപിക്കുന്നതും മോഹിക്കുന്നതും പരാതി പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ നമ്മളൊരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് കവിഞ്ഞു വരിക ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ രൂപാന്തരം വരുത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി തന്നെ നമുക്ക് ശത്രുക്കളോട് നന്നായിട്ട് പ്രതികരിക്കാനായിട്ട് കഴിയും. അത് ആദാമിൽ നമ്മളായിരുന്നപ്പം ആദാമ്യമായി നമ്മളിലൂടെ പുറത്തേക്ക് വന്ന പോലെ തന്നെ നമ്മൾ കർത്താവിലാകുമ്പം കർത്താവിലുള്ളത് സ്വാഭാവികമായി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ അത്. അതുകൊണ്ടാണ് ഞാൻ ആന്തരിക രൂപാന്തരത്തെ കുറിച്ച് പറയുന്നത്. ഭാര്യ എങ്ങനെ പെരുമാറിയാലും, ഭാര്യ അനുസരിച്ചില്ലേലും, കീഴടങ്ങിയില്ലേലും, ബഹുമാനിച്ചില്ലേലും, ഭയപ്പെട്ടില്ലേലും, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ദൈവം എൻ്റെ ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത് കർത്താവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഞാൻ അതിന് കുറ്റപ്പെടുത്തത്തില്ല, പരാതി പറയത്തില്ല. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും, ക്ഷമിക്കും, കരുണ കാണിക്കും, ദോഷം കണക്കെടുത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. പുതിയ മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യൻ വളരുന്നുണ്ട്. കൊലോസ്യൻ നമ്മളിങ്ങനെ വായിക്കുന്നത്, ചതിമോഹങ്ങളെ, എഫീസ് ലേഖനത്തിലും ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. കൊലോസ്യനിൽ പറയുന്ന ദൈവാനുരൂപമായി വളർച്ച പ്രാപിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ. അത് ജനിച്ചു ദൈവനമാകുന്ന പാല് കുടിച്ചല്ലേ, ദൈവമാകുന്ന കൽപ്പനകൾ അനുസരിക്കുമ്പം എൻ്റെ അകത്തെ മനുഷ്യൻ ദിനം പ്രതി പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപപ്പെടും. എൻ്റെ പ്രതികരണങ്ങൾ കർത്താവിന്റെ പ്രതികരണങ്ങളായിരിക്കും. ഞാൻ ആദാമിൽ തിരിച്ചടിക്കുന്നവർ തിരിച്ചടിക്കത്തില്ല. ഞാൻ കഷ്ടം സഹിക്കാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നിന്ദയ്ക്കും പഴിക്കും ദുഷിക്കുമായിട്ട് ഞാൻ എൻ്റെ മുഖത്തെ മറയ്ക്കത്തില്ല. കർത്താവ് അങ്ങനെ ആയിരുന്നു. ഞാൻ അടിക്കുന്നവർക്ക് തൻ്റെ മുഖം കാണിച്ചു കൊടുത്തു. നാശരീയമായ അടിയല്ല നമുക്ക് വരുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമുക്കറിയാം, വാക്കുകൊണ്ടുള്ള അടിയാ. അന്നേരം നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യാറുണ്ട്, പ്രതിരോധിക്കാറുണ്ട്. പക്ഷെ കർത്താവ് പ്രതിരോധിച്ചില്ല. നമ്മുടെ കുടുംബജീവിതത്തെ ശോധന ചെയ്ത് നോക്കാം.
നമ്മൾ നമ്മളെ തന്നെ പ്രതിരോധിക്കാറുണ്ടോ? അതോ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവോ? നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് നമുക്ക് ആന്തരികമായിട്ട് രൂപാന്തരം സംഭവിക്കുന്നത്. നമ്മൾ ജ്ഞാനികളായിത്തീരുന്നത്. ദൈവിക ദർശനം നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടാൻ തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ ന്യായപ്രമാണത്തിലെ പോലെ ചില കൽപ്പനകൾക്ക് വേണ്ടി നമ്മൾ നിർബന്ധം പിടിക്കുകയാണ്. അനുസരണത്തിന് വേണ്ടി, കീഴടങ്ങലിന് വേണ്ടി, ബഹുമാനത്തിന് വേണ്ടി, ഭയത്തിന് വേണ്ടി, അല്ലെന്ന് പറഞ്ഞാൽ ഭാര്യമാർ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്യുകയാണ്. ഞാൻ ന്യായപ്രമാണത്തിന്റെ ആത്മാവിലാണ് നിൽക്കുന്നത്. പുതുനിയമത്തിന്റെ ആത്മാവിലേക്ക് വരുമ്പോൾ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡിമാൻഡും ഇല്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവിക സ്വഭാവം പകരാനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് അവരെ ബഹുമാനിക്കുന്നില്ലെങ്കിലും എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ പാടാറുണ്ടല്ലോ, വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. ആ സുവിശേഷം എന്ന് പറയുന്നത് ജീവിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മളത് വിതയ്ക്കുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മൾ ആ സ്വർഗത്തിന്റെ വിത്താ വിതയ്ക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഫലം ഉളവാക്കും. ഒരു സമയമെടുക്കും, പക്ഷെ തീർച്ചയായിട്ടും ഒരു ഫലം ഉളവാക്കും. അതുകൊണ്ട് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കൃഷിക്കാരൻ തന്റെ വിളവിന് വേണ്ടി മുൻമഴിക്കും പിന്മഴിക്കും വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങളും ക്ഷമയോടെ ഇരിപ്പീൻ. ആ വിതയ്ക്കുന്നതിന്റെ പാട്ടിൽ നമ്മളിങ്ങനെ പാടുന്നു, വിതച്ചിടുക നാം സ്നേഹത്തിന് അധ്വാനം മുളച്ചിടുവോളം ശൂന്യദേശത്തിൽ. നമ്മൾ 1, 2, 3, 4, 5 ട്രിപ്പൊന്നും അത് വിതച്ചാൽ മുളച്ചോണമെന്നില്ല. നമ്മൾ മടുത്തു പോകാതെ വിതച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അത് മുളയ്ക്കും, വളരും, ഫലം കിട്ടും. ആ കാലഘട്ടത്തിനുള്ളിൽ ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ സഹിഷ്ണുതയും ക്ഷമയും ഒക്കെ ഉള്ളവരായിട്ട് രൂപാന്തരപ്പെടുത്തും. പ്രായോഗിക ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏകാഗ്രതയും നിർമ്മലതയും, കർത്താവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വർദ്ധിച്ചു വരുന്ന ഒരു ജീവിതം. പാപത്തോട് പ്രാണത്യാഗത്തിൽ എതിർത്ത് നിൽക്കുന്ന, ചിന്തകളിൽ പോലും ഇതിന് ഇടകൊടുക്കാതെ, കയ്പിനും വെറുപ്പിനും പകയ്ക്കും വിദ്വേഷത്തിനും തിരിച്ചടികൾക്കും, അത് വാക്കുകൊണ്ടാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതെ വണ്ണം നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ് കർത്താവ് സഹായിക്കുന്നത്. അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് തീമോഥെയോസ് എഴുതുമ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യസനം ചെയ്യുക. ഒരിക്കൽ ഞാൻ നമ്മുടെ ഒരു സഹോദരനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരു സഹോദരൻ, നമ്മുടെ ഈ സഹോദരൻ ഒത്തിരി ദോഷം ചെയ്തു, വളരെയധികം ദോഷം ചെയ്തു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ആ ആള് ഈ സഹോദരനോട് ക്ഷമ ചോദിക്കാനായിട്ട് വന്നു. അപ്പം ആ സഹോദരൻ നമ്മുടെ ഈ സഹോദരനോട് ക്ഷമ പറഞ്ഞപ്പം ഈ സഹോദരൻ പെട്ടെന്ന് നേരെ തിരിഞ്ഞ് നടന്നുപോയി. ഒരു 3-4 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞു വന്ന് ഈ ഉപദ്രവിച്ച ആൾക്ക് കൈ കൊടുത്തിട്ട്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ടാണ് വളരുന്നത്. ആദ്യത്തെ പ്രതികരണം ക്ഷമിക്കാതിരിക്കാനും തിരിഞ്ഞു നടക്കാനായിരുന്നെങ്കിൽ പെട്ടെന്ന് ദൈവാത്മാവിന്റെ ശബ്ദം കേട്ട് മടങ്ങി വന്നിട്ട് ക്ഷമിക്കുകയും പൊറുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാം കൂടി ഒരു 5 സെക്കൻഡേ എടുത്തുള്ളൂ. പക്ഷെ നമ്മളെ തന്നെ ചോദ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് അങ്ങനത്തെ ഒരു എത്ര നേരത്തിന് ശേഷമായിരിക്കും. നമ്മുടെ കുടുംബീയത്തെ തന്നെ എടുത്തു നോക്കാം. ഒരു ഇഷ്യൂയിലൂടെ കടന്നു പോയതിന് ശേഷം നമ്മളെ തന്നെ താഴ്ത്തി ഒന്ന് ക്ഷമ ചോദിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും. പക്ഷെ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു ദർശനം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി. ഒരു കുഞ്ഞു വളരുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോകും തോറും വളരെ പെട്ടെന്ന് ക്ഷമ ചോദിക്കുന്നവരും പൊറുക്കുന്നവരും കരുണ കാണിക്കുന്നവരായിട്ട് രൂപാന്തരപ്പെട്ട് അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറും. അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇനി പാൽക്കാലം സൗരന്മാരെ, നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ, അതോ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇന്നും ഏറ്റവും പ്രിയപ്പെട്ടത് കർത്താവാണോ? നമ്മുടെ ചിന്തകളിൽ കർത്താവിനാണോ ഇടവുള്ളത്? നമ്മളോട് എഫെസ്യരിൽ പറഞ്ഞ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എഫെസ്യർ 5-ാം അധ്യായത്തില് നമ്മൾ അങ്ങനെ വായിക്കുന്നത്. അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായതിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ഈ ആത്മാവിന്റെ നിറമാണ് ഈ ക്രിസ്തുവിന്റെ ജീവനാൽ നമ്മളെ നിറയ്ക്കുന്നതിനിടയായി തീരുന്നത്. നമ്മളിൽ ആ ജീവൻ കുറവാണെന്ന് കാണുമ്പം നമുക്ക് കർത്താവിനൊരു നിലവിളിയുണ്ടോ? മുട്ടിപ്പായി, കർത്താവെ നീ എന്നെ നിറച്ചേ ഞാൻ പോകത്തുള്ളൂ. യാക്കോബ് പറഞ്ഞ പോലെ നീ എന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അതിന്റെ കാരണം നമുക്ക് അങ്ങനത്തെ ഒരു വിശപ്പും ദാഹവും ഉണ്ടോ നീതിക്കായിട്ട്? മത്തായി 5 നമ്മളിങ്ങനെ വായിക്കും, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കറിയാം, നമുക്ക് വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന ഭക്ഷണവും വെള്ളമായിരിക്കും, മറ്റൊന്നും നമ്മളെ തൃപ്തിപ്പെടുത്തല്ല. ദാഹിച്ച് വലഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഒരാൾ പറയുക, നിങ്ങൾ ഇവിടെ നിൽക്കുക, നിങ്ങൾക്കൊരു 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കത്തില്ല. നമ്മൾ അന്വേഷിക്കുന്ന വെള്ളം, അത് കിട്ടിയിട്ട് നമ്മൾ മരിച്ചു പോകും. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വിശപ്പും ദാഹവും ഉണ്ടോ? ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഭർത്താവിന്റെ കൽപ്പനകൾ അതുപോലെ അനുസരിക്കാൻ, ഭാര്യയെ സ്നേഹിക്കാൻ, കയ്പില്ലാതിരിക്കാൻ, ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കാൻ ഒരു ദാഹവും വിശപ്പും നമ്മുടെ ഉള്ളിലുണ്ടോ? ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഭർത്താവിനോട് കീഴടങ്ങിയിരിപ്പാൻ, ഭർത്താവിനെ ഭയപ്പെടാൻ, ഭർത്താവിനെ ബഹുമാനിപ്പാൻ, ഭർത്താവിനെ അനുസരിക്കാനായിട്ടുള്ള വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിലുണ്ടോ? പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറവുള്ളവരാണെന്നാ സത്യം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ ഈ നീതിക്കായുള്ള ഒരു വിശപ്പും ദാഹവും കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വിശപ്പും ദാഹമുള്ള ഒരു വ്യക്തി എപ്പോഴും വെള്ളവും ഭക്ഷണമായിരിക്കും അന്വേഷിക്കുന്നത്, മറ്റൊന്നും കൊണ്ട് അവൻ തൃപ്തനായിരിക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ സൗരസ്വരന്മാരെ, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിലുണ്ടോ? അത് പറയുമ്പോൾ എന്റെ പ്രായോഗികമായിട്ടുള്ളത് കർത്താവിനുള്ള അനുസരണമാണ്. ഭർത്താവ് എന്നുള്ളതിൽ നമ്മൾ അനുസരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അതങ്ങനെ അനുസരിക്കാനുള്ള ഒരു വിശപ്പും ദാഹവും. കുഞ്ഞുങ്ങളെന്നുള്ള നിലയിൽ എഫെസ്യർ 6 നമ്മൾ വായിക്കുന്ന, മക്കളെ നിങ്ങളുടെ അമ്മയന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മയെ അനുസരിക്കാനും ബഹുമാനിക്കാനും ഉള്ള ഒരു ദാഹമുള്ള ഹൃദയമാണോ നമുക്കുള്ളത് കുഞ്ഞുങ്ങളെ? അതോ മത്സരിക്കാനും ശാഠ്യം പിടിക്കാനും അനുസരിക്കാതിരിക്കാനും ആണോ? കർത്താവിനെ കണ്ടുമുട്ടിയ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ദാഹം അതാണ്. കർത്താവെ നിന്റെ കൽപ്പനകളെല്ലാം എനിക്ക് അനുസരിക്കണം. മത്തായി 28:20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നമ്മുടെ സഭകളിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യം അതാണ്. കുഞ്ഞുങ്ങളുടെ ഉള്ളില് ഉരുത്തിരിഞ്ഞ് വരേണ്ട ഒരു ദാഹവും വിശപ്പ് അതാണ്. ദൈവം എന്നോട് പറഞ്ഞ കൽപ്പന എനിക്ക് അനുസരിക്കണം, എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം, അവർക്ക് കീഴടങ്ങിയിരിക്കണം. അതിനുള്ളൊരു ദാഹവും വിശപ്പും നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ നമ്മുടെ ഹൃദയങ്ങളിൽ മത്സരിക്കാനും ശാഠ്യം പിടിക്കാനും ദൈവകൽപ്പനകൾ ലംഘിക്കാനും ദൈവവ്യവസ്ഥയ്ക്ക് എതിരായിട്ട് പോകാനുള്ളൊരു ദാഹമാണോ ഉള്ളത്? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് കരച്ചിലും വിലാപത്തോടും കൂടി കർത്താവിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. കർത്താവിനെ പോലെ ആയിത്തീരാൻ നമ്മൾ പാടുന്ന പോലെ, യേശുവെ പോൽ ആകാം പ്രവൃത്തിയിൽ നിന്ന് പാടുന്നത് പോലെ, നമുക്ക് അങ്ങനെ ഒരു ദാഹമുണ്ടോ സഹോദരന്മാരെ? നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ പൂർണ്ണ അനുസരണത്തിന് വേണ്ടി ഒരു ദാഹം നമുക്കുണ്ടോ? ഭാര്യ പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിക്കുന്നു, ഭർത്താവ് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു, കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വീടാണ് സ്വർഗതുല്യമായി തീരുന്നത്. അവിടെ സാത്താൻ ഇടയില്ല. അവിടെ തെറ്റിച്ച് കളയാൻ സാത്താന് പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ദൈവകൽപ്പന നിസ്സാരമാക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെടുന്നത്. അങ്ങനെയാണ് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത്. ഇനി പൽക്കാലം നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കി നമുക്ക് സത്യസന്ധരായി തീരാം. നമുക്ക് കർത്താവിനോട് നിലവിളിക്കാം, കർത്താവ് എനിക്ക് ഇങ്ങനെയുള്ള ജീവിതം മടുത്തു. ഈ ലോകത്തിന്റെയും ജഡത്തിന്റെയും അഭിലാഷങ്ങളുടെ പിന്നാലുള്ള ഓട്ടം, ദൈവജനത്തോടുള്ള മത്സരം ഞാൻ മടുത്തു. കർത്താവ്, എനിക്ക് നിന്റെ വചനം അനുസരിക്കണം. എനിക്ക് ലോകത്തെ വെറുക്കണം, ജഡത്തെ വെറുക്കണം, സാത്താനെ വെറുക്കണം. എനിക്ക് നിന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. നിന്നോടുള്ള ഏകാഗ്രത എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. നിന്നോടുള്ള നിർമ്മലത എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. എനിക്ക് കൂടുതൽ ആത്മാവിലുള്ള സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവിച്ച് ലോകത്തിൽ അങ്ങ് നടന്ന പോലെ നടക്കാനായിട്ട് എനിക്ക് കഴിയണം. ഇങ്ങനൊരു ദർശനം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ശോധന ചെയ്യാം സഹോദരന്മാരെ. നമുക്ക് മാനസാന്തരപ്പെടാം, നമുക്ക് കർത്താവിനോട് നിലവിളിക്കാം. കർത്താവ് രക്ഷയിലേക്ക് കയറ്റുന്ന ആരെയാണെന്ന് ഇയ്യോബ് പറയുന്നുണ്ട്. അവൻ ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. നമ്മുടെ ഊണിലും ഉറക്കത്തിലും
നമുക്ക് ഈ ഒരു ദുഃഖത്തിന്റെ ആവശ്യമുണ്ട്. കർത്താവ്, ഞാൻ നിന്റെ സ്വരൂപത്തിൽ നിന്ന് എത്രയോ അകലെയാണ് കർത്താവ്, എനിക്ക് മടുത്തു, എനിക്ക് എങ്ങനെയെങ്കിലും നിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടണം, അതിനുവേണ്ടി എന്ത് വിലയും നൽകാനായിട്ട് ഞാൻ തയ്യാറാ കർത്താവ്. നമുക്കറിയാം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെയാണ് അവിടെ വിലയായിട്ട് കൊടുക്കേണ്ടത്. ആ നിലയിലുള്ള ഒരു നിലവിളിയോടും കരച്ചിലോടും കൂടി സൗരന്മാരെ നമുക്ക് കർത്താവിലേക്ക് തിരിയാം. നമുക്ക് ഈ വചനങ്ങളെ നിരന്തരമായിട്ട് ധ്യാനിക്കാം. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. നമുക്ക് ഈ ഒരു വിശപ്പും ദാഹമുള്ളവരായി തീരാം. കർത്താവ് എന്നോട് അനുസരിക്കാൻ പറഞ്ഞതെല്ലാം എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കണം, ഒന്നുപോലും വിട്ടുകളയാതെ. ഒരിക്കൽ സാഗ് ബ്രദറിന്റെ ഒരു മെസ്സേജിലാണ് ഞാൻ ആ ചലഞ്ച് കണ്ടെത്തിയത്. ബ്രദർ പറഞ്ഞൊരു കാര്യം ഇതാണ്: മനുഷ്യനെന്നുള്ള നിലയിൽ കർത്താവ്, ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പം നിന്റെ വചനത്തിൽ ഞാൻ എന്തൊക്കെ അനുസരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അതെല്ലാം ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അനുസരിക്കണം. എന്നെ അത് വല്ലാണ്ട് വെല്ലുവിളിച്ചു. ഞാനും അതേ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ടേണിങ് പോയിന്റ് ആയിരുന്നു അത്. എല്ലാം അനുസരിക്കാനുള്ളൊരു ദാഹം ദൈവം തരാനായിട്ട് തുടങ്ങി. അപ്പൊ എൻ്റെ ആയരണങ്ങൾ മാറി, എൻ്റെ പ്രശ്നങ്ങൾ മാറി. അതുകൊണ്ട് ഇന്ന് ഈ പാൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് ഈ ഒരു ദാഹവും വിശപ്പും ഉള്ളവരായി തീരാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.